തൃശ്ശൂരിൽ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു ഇന്നലത്തെ ഒരു പ്രധാന വാർത്തകളിലൊന്ന്. ഇന്ന് അതിൻ്റെ ഫോളോ അപ്പ് വരുന്നുണ്ട്. അതായത് യൂട്യൂബ് നോക്കിയാണ് അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് ഇതിനൊക്കെ സഹായകരമായി എന്നൊക്കെയാണ് യുവതിയുടെ മൊഴി. എത്രത്തോളം അത് പോലീസ് മുഖവിലക്കെടുക്കുന്നുണ്ട് എന്ന കാര്യം അറിയില്ല. കേസിൽ അറസ്റ്റിലായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്ത് പരിശോധനയ്ക്കായി ഫോറൻസിക് വിഭാഗം എത്തി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. യൂട്യൂബ് നോക്കി പ്രസവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നിതിൻ അംബുജൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി വെള്ളിക്കുളങ്ങരയിൽ അനീഷയുടെ വീട്ടിൽ ചേരുന്നുണ്ട്. നിതിൻ, ആദ്യം മുതൽ തന്നെ ഉത്തരം കിട്ടാത്ത കുറേയധികം ചോദ്യങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് അപ്പോൾ തന്നെ കൊന്ന് ഈ കുഞ്ഞിൻ്റെ ബോഡിയുമായി ഭവിൻ്റെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പോലീസ് അങ്ങനെ മുഖവിലക്കെടുക്കുന്നുണ്ടോ? യൂട്യൂബ് നോക്കി പ്രസവിച്ചു എന്ന് പറയുന്നത് മുഖവിലക്കെടുക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഭവിൻ ഇക്കാലം 2021 ആദ്യ കുഞ്ഞിനെ കൊന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഭവിനറിയാം. ഇക്കാലം അത്രയും അത് പറഞ്ഞു വെക്കാതോ പെട്ടെന്നൊരു നാൾ പേടിയുണ്ടാവുകയും പോയി പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തുടങ്ങിയ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. നിതിൻ, ഹാഷ്മി, തീർച്ചയായും അങ്ങനെ ഉത്തരവില്ലാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും ആ ഒരു കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു വെല്ലുവിളി എന്തായാലും പോലീസിന് മുന്നിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീട്ടിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ അനീഷ 2021 നവംബറിൽ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചു, അതിനുശേഷം കുഴിച്ചിട്ടു എന്നാണ് പോലീസ് നൽകിയ മൊഴി. അത് പ്രകാരം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തുനിന്ന് പരിശോധന നടക്കുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. വലിയ പോലീസ് സന്നാഹമെല്ലാം തന്നെ ഇവിടെയുണ്ട്. അനീഷ വീടിന് ചേർന്നുള്ള സ്ഥലത്താണ് ഈ കുഞ്ഞിനെ കുഴിച്ചുമൂടിയത്. ഇന്നലെ തന്നെ തെളിവെടുപ്പിനിടെ അനീഷ ഈ സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു. അവിടെ പോലീസ് ഒരു മാർക്ക് ചെയ്ത് ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ഫോറൻസിക് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ ഇനി അല്ലെങ്കിൽ മറ്റ് സാമ്പിളുകളോ ശേഖരിക്കുകയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം, കേസിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ വെല്ലുവിളിയാണ് പോലീസ് സംഘത്തിന് മുന്നിലുള്ളത്. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. മാത്രമല്ല, ഇത് സാഹചര്യ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് സംഘത്തിന് ലഭിക്കുന്ന തെളിവുകൾ കേസ് സംബന്ധിച്ച് നിർണായകമാണ്. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത് ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറിയ അസ്ഥികൂടങ്ങളുടെ കഷ്ണങ്ങൾ മാത്രമാണ്. മറ്റ് വിവരങ്ങളൊക്കെ തന്നെ ഇവർ പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരു നിർണായക മൊഴി പോലീസ് ഇതിനകം തന്നെ അയൽവാസിയുടേത് ശേഖരിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കാരണം അവിശ്വസനീയമായ പല കാര്യങ്ങളാണ് അനീഷ നൽകിയിരിക്കുന്നത്. ഭവിനും അത്തരം കാര്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തെളിവ് ശേഖരണം കേസ് സംബന്ധിച്ചാണെങ്കിൽ നിർണായകമാകും. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന തെളിവുകളാണ് ഈ കേസിന്റെ തുടരന്വേഷണത്തിന് നിർണായകമാവുക. കാരണം 2021 കുഞ്ഞിനെ പ്രസവിച്ചു, അതിനുശേഷം കുഴിച്ചു മൂടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത് ഈ കുഴി തുറന്നാൽ തന്നെ അതിൽ എന്തൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അസ്ഥി കഷ്ണങ്ങളുടെ ബാക്കിയോ അല്ലെങ്കിൽ മറ്റ് സാമ്പിളുകളോ ശേഖരിച്ചാൽ അത് കേസ് സംബന്ധിച്ച് വലിയ നിർണായകമാകും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ യൂട്യൂബ് നോക്കിയാണ് പ്രസവം നടത്തിയതെന്നൊരു വിവരമാണ് പോലീസിന് അനീഷ നൽകിയിരിക്കുന്നത്. ഗർഭാവസ്ഥ തിരിച്ചറിയാതിരിക്കാൻ ഇറുകിയ വസ്ത്രം ഒഴിവാക്കി അതിനുശേഷം വയറ് ഒരു തുണി കൊണ്ട് കെട്ടി എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഇതെല്ലാം തന്നെ പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തില്ല. വിശദമായി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടുകാരെ സംബന്ധിച്ചാണെങ്കിൽ ഇതിൽ കൃത്യമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ കടക്കും. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ഇത് കൊലപാതകമാണെന്ന ഒരു വിവരം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. അത് പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്കറിയാം, കോടതിയിലെത്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കണം. അത് പോലീസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ വെല്ലുവിളിയാണ്. ആ ഒരു കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു. അതോടൊപ്പം ഇതിനിടയിലുള്ള ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. ഭവിന്റെ പങ്ക് എന്താണെന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമാകുന്നുണ്ടോ? കാര്യം ശരിയാണ്, ഇത് ഏതോ വർഷമൊക്കെ ഉണ്ടായതാണ്. അതിൽ തെളിവുകൾ കോടതിയിൽ നിൽക്കലൊക്കെ പ്രശ്നം അതിലുണ്ട്. അപ്പോൾ ഭവിൻ മാപ്പുസാക്ഷിയാവുക എന്നുള്ളത് ഒരുപക്ഷെ പോലീസിന് പ്രധാനവുമായിരിക്കാം. പക്ഷേ ഭവിൻ്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2021 ഒരു കുഞ്ഞിനെ കൊല്ലുന്നുണ്ട്. അത് ഭവിൻ്റെ അറിവോടെയാണോ? ഭവിൻ അതിൽ പങ്കുണ്ടോ? 2024 പിന്നെയും ഒരു കുഞ്ഞിനെ കൊല്ലുന്നുണ്ട്. അതും ഭവിൻ ആദ്യ കുഞ്ഞിനെ കൊന്ന കാര്യം അറിയാമെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഭവിൻ എതിർപ്പുണ്ടെങ്കിൽ 2024 വീണ്ടും ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തുമോ കാര്യങ്ങൾ? അതിൽ ഭവിൻ ഇപ്പോൾ ശരിയാണ്, ഒരു പെട്ടെന്ന് അസ്ഥികൂടവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു നിർണായക വഴിത്തിരിവായി ഭവിൻ മാറിയെങ്കിലും എന്താണ് അയാളുടെ ഈ 2 കൊലപാതകങ്ങളിലെയും പങ്ക് എന്നതിനെപ്പറ്റി പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ നിതിൻ? എന്തായാലും ഭവിന്റെ പങ്ക് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും പല സംശയങ്ങളുണ്ട്. കാരണം ആദ്യത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയപ്പോൾ ഭവിന് കൃത്യമായ വിവരം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തായിരുന്നു ഭവിൻ സ്വീകരിച്ച നിലപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ആദ്യം തന്നെ പോലീസിന് കൈമാറിയ വിവരം ഒരു കുഞ്ഞിനെ മാത്രമാണ് കൊലപ്പെടുത്തിയതാണ്. മറ്റൊരു ആദ്യത്തെ കുഞ്ഞിനെ പ്രസവാനന്തരം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നായിരുന്നു പോലീസിന് ആദ്യം അന്വേഷണം നൽകിയിരിക്കുന്ന വഴി. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടും കൊലപാതകമാണെന്ന് വ്യക്തമായത്. ഇതിൽ ഭവിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ അത് എത്രത്തോളം
കേവലം തെളിവുകൾ ശേഖരിച്ച് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. ഇനി കൊലപാതകമാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ഇത്രനാൾ മറച്ചുവെച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ബവിനെ അറിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രനാൾ മറച്ചുവെച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. അവിശ്വസനീയമായ പല കാര്യങ്ങളും ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് 2021 മുതൽ 2024 വരെ ഈ ഒരു രണ്ടാമത്തെ കൊലപാതകത്തിനിടയിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ പോലീസ് സംബന്ധിച്ചാണെങ്കിൽ തെളിവുകൾ ശേഖരിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ്. അതിന് ഡിജിറ്റൽ തെളിവുകൾ ഒരു പരിധിവരെ സഹായകമാകും. അതോടൊപ്പം തന്നെയാണ് ഈ ഫോറൻസിക് സംഘത്തിന് ഇവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ. ആ തെളിവുകൾ ശേഖരിക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ബവിനെ സംബന്ധിച്ചാണെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നു വരികയാണ്. പക്ഷേ ബവിൻ ഇതിനിടയിൽ പറഞ്ഞൊരു കാര്യം, ഇതിനിടയിൽ അനീഷയുമായി ഒരു തർക്കമുണ്ടായി. കഴിഞ്ഞ ജനുവരിയിൽ അനീഷ മറ്റൊരു ഫോൺ കണക്ഷൻ എടുത്ത ശേഷം പിന്നീട് മറ്റു പല ബന്ധങ്ങളിലേക്ക് പോകുന്നെന്നൊരു സംശയം ബവിനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ തർക്കത്തിൽ പിന്നീട് ഈ ഒരു വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന നിലയിലേക്ക് എത്തിയത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടിയിൽ കടക്കുന്നു. ഇതിന് മുന്നോടിയായി തന്നെയാണ് തെളിവെടുപ്പ് ഇന്നലെ നടത്തി പൂർത്തിയാക്കി അതിനുശേഷം ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കുന്ന നടപടിയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഇതിൽ നിർണായകമാകും. കൂടാതെ അയൽവാസികളുടെ അടക്കമുള്ള മൊഴികളും പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്തായാലും സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് പോലീസിന് ഇനിയുള്ള ഘട്ടത്തിൽ ഇത് നിർണായകമാവുക. കാരണം ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തുന്നത് പ്രായോഗികമല്ല. 2021 നടന്ന സംഭവമാണ്. ഇനി അസ്ഥികൂടങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അസ്ഥികൂടങ്ങൾ കൂടുതൽ ശേഖരിക്കുക എന്ന നടപടി തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് പോലീസ് നടത്തി വരുന്നത്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുമ്പോൾ അനീഷ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഇവിടെയായിരുന്നു കുഴിച്ചുമൂടിയെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു മാവിൻ ചോട്ടിന് താഴെയാണ് കുഴിച്ചുമൂടിയത്. ആ സ്ഥലത്ത് പോലീസ് ഇപ്പോൾ ഫോറൻസിക് സംഘം ഇപ്പോൾ മാർക്ക് ചെയ്ത് അവിടെ കുഴി തുറക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. നിർണായക തെളിവുകൾ ശേഖരിച്ചാകും പിന്നീടുള്ള കേസിന്റെ തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കേസ് എന്ന് തന്നെ ഇതിനെ പറയാം. ആദ്യഘട്ടത്തിൽ ഒരു സിനിമ സ്റ്റൈൽ നിതിനബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന ദുരൂഹതകൾക്ക് പോലീസ് മറുപടി കണ്ടെത്തട്ടെ. ഞാൻ പറഞ്ഞു ഗർഭാവസ്ഥയ്ക്ക് അയൽവാസികളൊക്കെ ഉണ്ട്. ഗർഭാവസ്ഥയ്ക്ക് അക്കാലം അത്രയും മറച്ചു വെക്കുക, 1-2 തവണ. അത് കഴിഞ്ഞ് യൂട്യൂബ് നോക്കി പ്രസവിക്കുക, കുഞ്ഞിനെ കൊല്ലുക, അസ്ഥി കുഴിച്ചിടുക, 8 മാസം കഴിഞ്ഞ് പിന്നെ അസ്ഥി എടുക്കുക, കൊണ്ടുകൊടുക്കുക. ഇതൊക്കെയാണോ യഥാർത്ഥ കഥ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലെ കഥകൾ എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും അസ്ഥികൂടവുമായി ഓൺ എ ഫൈൻ ഡേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് കയറി വരുന്നത് മുതൽ തുടങ്ങിയ സംഭവ പരമ്പരകൾ ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരികയാണ്.